എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഓണം സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ പഴം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശർക്കര കുറച്ച് പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം ശർക്കരയുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുത്തു. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ പഴം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 4 പീസ് ഏത്തപ്പഴമുണ്ട്. അപ്പോൾ ഈ 4 ഏത്തപ്പഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിലും നല്ലതാണ് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട്. ഇതൊരു മീഡിയം പഴുപ്പുള്ള പഴമാണ്, പക്ഷേ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യ് നമ്മുടെ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ കോട്ടായിട്ട് നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്തെങ്കിലും കരടുകൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് പഴം അത്യാവശ്യം കുറച്ചും കൂടെ വേവണം. അപ്പോൾ ഒരു 3/4 ഭാഗം ഇത് വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വേവ് നമ്മുടെ ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് വേണം വേവാനായിട്ട്. അപ്പോഴാണ് ആ പഴത്തിൽ കറക്റ്റായിട്ട് ശർക്കരയൊക്കെ കോട്ടായി നല്ലൊരു ടേസ്റ്റായി വരുള്ളൂ. അപ്പോൾ ഇതോടെ തീർന്നില്ല. ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ചിരകിയ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അപ്പം 4 പഴം എടുത്തതുകൊണ്ടാണ് 4 സ്പൂൺ, ചെറിയ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല. അപ്പം 4 സ്പൂൺ തേങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരുന്നതാണ്. അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് കോട്ടാവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ പാനിയൊക്കെ വറ്റി പഴത്തിൽ നല്ല പോലെ പിടിക്കുന്ന ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിരുവോണം സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ തിരുവോണത്തിനന്ന് മിക്കവാറും എല്ലാവരും തന്നെ പപ്പടം കൂട്ടിയാണ് കഴിക്കാറ്. അപ്പോൾ ആ പപ്പടത്തിൻ്റെ ഒരു ഉപ്പ് രസവും അതുപോലെ പഴത്തിൻ്റെ മധുരവും ശർക്കരയുടെ മധുരവും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ തിരുവോണത്തിന് മാത്രമല്ല, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും കഴിക്കാം. പക്ഷേ തിരുവോണം സ്പെഷ്യലാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാം. വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്